മറന്നു ചെയ്താലും മനഃപൂർവ്വം ചെയ്താലും ബാത്തിലാകുന്ന കാര്യങ്ങളുണ്ട്. മനഃപൂർവ്വം ചെയ്താൽ മാത്രം ബാത്തിലാകുന്ന കാര്യങ്ങളുണ്ട്. ഒരൽപ്പം വിശദീകരണത്തിന് വിധേയമായ കാര്യങ്ങളും കാണാം. ഒന്നാമതായി നമ്മൾ പറയാൻ പോകുന്നത് മാ യുബ്തിലു അൻഹു വസഹു. മറന്നു ചെയ്താലും ബാത്തിലാകും, മനഃപൂർവ്വം ചെയ്താലും ബാത്തിലാകും. അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചാണ് ഒന്നാമതായി പറയുന്നത്. നിയ്യത്തു ഖത്ഇ സ്വലാ, നിസ്കാരത്തെ ഞാൻ മുറിക്കുന്നു എന്ന് കരുതുക. നിസ്കാരം ബാത്തിലാവും, ഉറപ്പല്ലേ? ഞാൻ നിസ്കാരത്തെ മുറിക്കുകയാണെന്ന് കരുതിയാൽ നിസ്കാരം ബാത്തിലാകും. അബി തറദ്ദുദ് ഫീഹി, അല്ലെങ്കിൽ ഞാൻ നിസ്കാരം മുറിച്ചാലോ എന്ന് കരുതുക. ഇനി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല, അപ്പം തന്നെ നിസ്കാരം ബാത്തിലായി. ഞാൻ നിസ്കാരം മുറിച്ചാലോ എന്ന് കരുതുക. ഇത്തിക്കാഫ് ഇരിക്കുന്ന ഒരാൾ ഞാൻ ഇത്തിക്കാഫ് ഉപേക്ഷിച്ചാലോ എന്ന് കരുതിയത് കൊണ്ട് ഇത്തിക്കാഫ് ബാത്തിലാവൂല. അല്ലെങ്കിൽ നോമ്പ് നോറ്റ ഒരാൾ വിചാരിക്കുകയാണ് നോമ്പ് മുറിച്ചാലോ വയ്യ എന്ന് അങ്ങനെ ഒരു കരുത്തുകൊണ്ട് നോമ്പ് ബാത്തിലാവൂല. പക്ഷെ നിസ്കരിക്കുന്ന ഒരാൾ വിചാരിക്കുകയാണ് ഞാൻ നിസ്കാരം മുറിച്ചാലോ എന്ന്, ഇനി അടുത്ത സെക്കൻഡിൽ തന്നെ അത് ബാത്തിലായി കഴിഞ്ഞു. ഔ താരിഖുഹു ബിശൈഇൻ ഗൈരി മുഹാലിൻ അഖ്ലിൻ, അല്ലെങ്കിൽ ബുദ്ധിപരമായി അസംഭവ്യമല്ലാത്ത ഒരു കാര്യത്തെ നിസ്കാരം മുറിക്കലിനെ ബന്ധിപ്പിച്ചു, എന്നാലും നിസ്കാരം ബാത്തിലാകും. ഉദാഹരണത്തിന് നിസ്കരിക്കുക, വണ്ടി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓടാം എന്ന് വിചാരിച്ചു. വണ്ടി വന്നാൽ ഞാൻ നിസ്കാരം ഒഴിവാക്കും എന്ന് വിചാരിച്ചു. വണ്ടി വന്നാൽ ബുദ്ധിപരമായി ഒരു അസംഭവ്യമായ സംഗതിയല്ല അത്. അപ്പൊ വണ്ടി വന്നാൽ നമുക്ക് ഓടാം എന്ന് വിചാരിച്ച് ഒരാള് മനസ്സിൽ കരുതിപ്പോയാൽ തന്നെ അപ്പോൾ തന്നെ നിസ്കാരം ബാത്തില്ല. ഇനി വണ്ടി വരാൻ നിൽക്കൊന്നും വേണ്ട, അപ്പോൾ തന്നെ. കാരണം ആ നിസ്കാരത്തെ മുറിക്കലിനെ അവൻ സാധ്യതയുള്ള ഒരു കാര്യവുമായി ബന്ധിപ്പിച്ചു, അപ്പോൾ തന്നെ നിസ്കാരം ബാത്തിലാവും. അതാ ഫുഖഹാവ് പറയുന്നു, കമാ ഇദാ നവാ, ഒരാൾ കരുതി ഇൻ ജാഅൽ മർകബു ഖതഅതു സലാത്തി, വണ്ടി വന്നാൽ, വാഹനം വന്നാൽ ഞാൻ എൻ്റെ നിസ്കാരം ബാത്തിലാക്കും എന്ന് കരുതിയാൽ അപ്പോൾ തന്നെ അവൻ്റെ നിസ്കാരം ബാത്തിലായി. അതാണ് നിസ്കാരം മുറിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം. രണ്ടാമത്തേത് ഫിഅലുൻ ഫാഹിഷൻ, നിസ്കാരവുമായി യോജിക്കാത്ത ഒരു പ്രവൃത്തി ചെയ്യുക, അതെത്ര ചെറുതായാലും ശരി. ഉദാഹരണം കവസബത്തിൻ, നിസ്കാരത്തിൽ ഒരാൾ ചാടിയാൽ നിസ്കാരം ബാത്തിലാകുന്നതാണ്. നിസ്കാരത്തിൽ ഒന്നാമത് ചാടി, ഒരു കാല് വെച്ച് അയാൾക്ക് വേണമെങ്കിൽ മുന്നോട്ട് നീങ്ങാം. ഇപ്പോൾ മസ്ബൂക്കായി തുടർന്ന ഒരാളായിരുന്നു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഇമാമും ജമാഅത്തൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോയി, മസ്ബൂക്ക് മാത്രം ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്. അയാളാണെങ്കിൽ ഒരു വഴിയിലാകും ചെയ്തു. നടക്കുന്ന ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. എങ്കിൽ മുമ്പിലുള്ള ഒരു മറയിലേക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന് അല്പാൽപ്പം നടന്നു നീങ്ങാം, വിരോധമില്ല. ഒറ്റയടിക്കങ്ങ് നീങ്ങരുത്. എല്ലാം ഒരു കാല് വെച്ചു, എന്നിട്ട് പിന്നെ അടുത്തൊരു കാല് വെച്ചു, ഇപ്പം രണ്ടായി. ഇതാ അടക്കം അനങ്ങിയതിന് ശേഷം പിന്നെ ഒരു കാല് വെച്ചു, പിന്നെയും ഒരു കാല് വെച്ചു, ഇപ്പോഴും രണ്ടായി. പക്ഷെ ആ ആദ്യത്തെ രണ്ടും ഇപ്പോഴത്തെ രണ്ടും അത് മുത്തസിലല്ല, ചേർന്ന് വന്നതല്ല, ഓരോന്നിൻ്റെ അടക്കം അനങ്ങിയതിന് ശേഷമാണ്. അങ്ങനെ അദ്ദേഹം ആ തൂണ് വരെ നടന്നാലും പ്രശ്നമില്ല. ഒരേ ലെവലിൽ ഒരു കാല് വെച്ചു, അടുത്ത കാല് വെച്ചു, പിറ്റത്തെ കാലും വെച്ചാൽ അപ്പോൾ നിസ്കാരം ബാത്തിലായി. ആദ്യം ഒരു കാല് വെച്ചു, പിന്നൊരു കാല് വെച്ചു, എന്നിട്ട് അനക്കം അടങ്ങി. പിന്നെ ഒരു കാല് വെച്ചു, പിന്നെ അടുത്ത കാല് വെച്ചു, അപ്പോഴും ആ അനക്കം അടങ്ങി. പിന്നെ ഒരു കാല് വെച്ചു, പിന്നെയും ഒരു കാല് വെച്ചു, അങ്ങനെ അയാൾ മറയിലേക്ക് എത്തി. അങ്ങനെ എത്ര കാല് വെച്ചാലും പ്രശ്നമില്ല, ഒരു ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ടാണ്. അതേസമയം അയാൾ രണ്ട് കാലും വെച്ച് ഒരൊറ്റ ചാട്ടാക്ക് ചാടി. ചെറിയ ചാട്ടാ ചാടിയത് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, നിസ്കാരത്തിന്റെ പ്രവൃത്തിയുമായി ഒരു യോജിപ്പുമില്ലാത്ത ഒരു കാര്യമാണത്. അത് നിസ്കാരം ബാത്തിലാവും. അതുപോലെ വളർബത്തിൻ മുഫരിത്തത്തിൻ, അമിതമായ വിധത്തിൽ ഒരു അടി നിസ്കാരത്തിൽ അടിച്ചു, നിസ്കാരം ബാത്തിലാകും. നല്ലൊരു അടി അങ്ങ് അടിച്ചു,
സംഗതി ആ പോക്കും വരവും എല്ലാം കൂടി കൂട്ടുമ്പോൾ 2 പ്രവൃത്തി ഉണ്ടാവുള്ളൂ. പക്ഷെ നിസ്കാരത്തിന്റെ പ്രവൃത്തിയോട് യോജിക്കാത്തൊരു കാര്യമാണത്. നിസ്കാരത്തിന്റെ പ്രവൃത്തിയുമായി യോജിക്കാത്ത കാര്യം അത് എത്ര ചെറുതാണെങ്കിലും നിസ്കാരം ബാത്തിലാവും. മൂന്നാമത്തേത് ഫിഅലുൻ കസീറുൻ യഖീനൻ വിലാഅൻ ബിഉദ്വിൻ സഖീൽ, ഭാരമുള്ള ഒരു വലിയ അവയവം കൊണ്ട് തുടർച്ചയായി കൂടുതൽ പ്രവൃത്തി ഉണ്ടാവുക, എന്നാലും നിസ്കാരം ബാത്തിലാവും. ഒരാൾക്ക് തലയിൽ ഇങ്ങനെ ചൊറിയണം തോന്നിയപ്പോൾ അയാൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് മാന്തിപ്പോയി. 3 പ്രവൃത്തി ഇങ്ങനെ ഉണ്ടായാൽ തന്നെ നിസ്കാരം ബാത്തിലാവും. കാരണം ഇത് നല്ല ഭാരമുള്ള ഒരു അവയവമാണ്. അങ്ങനെ ഇങ്ങനെയൊക്കെ മാന്തി നിസ്കാരത്തിൽ 3 പ്രാവശ്യം ഇങ്ങനെ കൈകൊണ്ട് മാന്തിയാൽ തന്നെ നിസ്കാരം ബാത്തിലാവും. അപ്പോ വലിയ അവയവം കൊണ്ടാകണം, അത് തന്നെ കൂടുതൽ പ്രാവശ്യം എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യമാകണം, തുടർച്ചയായിട്ടാവണം. അപ്പോഴാണ് നിസ്കാരം ബാത്തിലാവുകയുള്ളൂ. അതുപോലെ തുടർച്ചയായിട്ടുള്ള 3 ചവിട്ടടി പോലെ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആദ്യം ഒരു ഇമാമും ഒരു മാമൂമും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പല ആളുകൾക്കും പറ്റുന്നൊരു അബദ്ധമാണ്. ഒരാളും ഒരു ഇമാമും ഒരു മാമൂമും മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് എവിടെ നിൽക്കും? ഇമാമിൻ്റെ വലതുഭാഗത്ത് നിൽക്കും. പിന്നെ രണ്ടാമത്തെ ഒരാൾ വരും. ആ രണ്ടാമത്തെ ആള് വന്നാൽ ചെയ്യേണ്ട യഥാർത്ഥ ശൈലി എന്താണെന്ന് വെച്ചാൽ അയാളും കൂടി എന്ത് ചെയ്യണം? ഇടത് ഭാഗത്ത് വന്ന് നിൽക്കണം. എന്നിട്ട് 2 പേരും ഇപ്പൊ തക്ബീർ കെട്ടി അയാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് 2 പേരും എന്ത് ചെയ്യണം? പതുക്കെ ബാക്കിലോട്ട് നീങ്ങണം. പക്ഷെ ഈ പതുക്കെ ഇവിടെ 2 കാര്യത്തിൽ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പൊ 2 പേരും, ഒരാൾ വലത്തും ഒരാൾ ഇടത്തും നിന്നിട്ട് പിറകിലോട്ട് നീങ്ങുമ്പോൾ തന്നെ 3 ചവിട്ടടിയായിട്ട് നീങ്ങാൻ പാടില്ല, നിസ്കാരം ബാത്തിലാവും. അപ്പൊ സാധാരണയിൽ കണ്ടുവരുന്ന ഒരു അബദ്ധം എന്താന്ന് ചോദിച്ചാല്, രണ്ടാമത്തെ ഒരാൾ വരുമ്പോൾ മറ്റവന്റെ കോളർകൾ പിടിക്കും, അല്ലെങ്കിൽ ഷർട്ടിനെ പിടിക്കും, എന്നിട്ട് ഇങ്ങോട്ട് വലിക്കും. അപ്പൊ മൂപ്പരുണ്ട് ഒരു നടത്തം ഇങ്ങനെ ഇങ്ങോട്ട് വരും. ആ 3 ചവിട്ടടി ഉണ്ടായാൽ തന്നെ നിസ്കാരം ബാത്തിലായി. അപ്പൊ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ആദ്യം ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അദ്ദേഹം ഇമാമിന്റെ വലതുഭാഗത്ത് നിന്നിട്ട് തക്ബീർ കെട്ടി നിസ്കരിക്കുമ്പോൾ രണ്ടാമതൊരാൾ വന്നാൽ അയാൾ ഇമാമിന്റെ ഇടത് ഭാഗത്ത് വന്ന് നിൽക്കണം. എന്നിട്ട് അയാൾ തക്ബീർ കെട്ടണം. എന്നിട്ട് 2 പേരും ഒന്നിച്ച് ആദ്യം ഒന്ന് മെല്ലെ നീങ്ങി ഒരു കാല് വെച്ചിട്ട് അടുത്ത കാല് വെച്ചു. ഇപ്പൊ 2 ആയി. എന്നിട്ട് ആ അനക്കം അടങ്ങിയതിന് ശേഷം പിന്നെ ഒരു കാല് വെച്ച്, എന്നിട്ട് പിന്നെ വീണ്ടും ആവശ്യമാണെങ്കിൽ 3ാമത്തെ വെച്ചിട്ട് പിന്നെ വീണ്ടും 2 പേരും ഒന്നിക്കുക. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എത്രയും നടക്കാം. നമുക്ക് മറ വേണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. മറയുടെ ആവശ്യമുണ്ടായിരുന്നു. ആ മറയിലേക്ക് അയാൾക്ക് നടന്ന് നീങ്ങേണ്ട സ്ഥലമാണ് എങ്കിൽ നടക്കാം. പക്ഷെ എന്ത് ചെയ്യണം? ഒരു കാല് വെച്ച് അടുത്ത കാല് അതിനോടൊപ്പം വെച്ച് ആ അനക്കം അടങ്ങിയതിന് ശേഷം അടുത്ത കാല് വെച്ച് വീണ്ടും വെക്കണം. അതേസമയം ഒരേ സമയത്ത് ഈ കാല് വെച്ച് ഈ കാല് വെച്ച് ഈ കാല് വെച്ചാൽ തന്നെ നിസ്കാരം ബാത്തിലായി. ഇനി ഇത് 4ാമത്തേതാണ്. അപ്പോ ആദ്യം ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് രണ്ടാമതായി ഒരാൾ വരുമ്പോൾ ഇമാമിന്റെ ഇടത് ഭാഗത്ത് നിന്ന് തക്ബീർ കെട്ടി ശേഷം 2 പേരും പതുക്കെ സ്റ്റെപ്പായിട്ട് ബാക്കിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ് വേണ്ടത്. അഥവാ ഇനി ഒരാൾ നമ്മളെ ബാക്കിൽ നിന്ന് വലിച്ചാൽ തന്നെയും നമ്മൾ പോകുമ്പോൾ എന്ത് ചെയ്യണം? 2 ചവിട്ടടി വെച്ച് ആ അനക്കം അടങ്ങിയതിന് ശേഷം പിന്നെ അടുത്ത ചവിട്ടടി വെച്ച് സൊഫിലേക്ക് നീങ്ങേണ്ടതാണ്. അപ്പൊ 3 ചവിട്ടടി തുടർച്ചയായി വന്നാൽ നിസ്കാരം ബാത്തിലാകുന്നതാണ്. ഫലായബുത്തുൽ ഫിഅൽ ഖലീലു, ചെറിയ പ്രവൃത്തി കൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. ഒരു ചവിട്ടടിയോ അല്ലെങ്കിൽ 2 ചവിട്ടടിയോ വെച്ചു നിസ്കാരം ബാത്തിലാവുകയില്ല. ലാകിന്നഹു മക്റൂഹുൻ, എങ്കിലും അത് കറാഹത്താണ്. ആവശ്യമില്ലെങ്കിൽ അത് കറാഹത്താവും. ഫലമാ ശക്ക ഫീ കസ്റതിഹി,
വർദ്ധിച്ചോ എന്ന് സംശയിക്കുന്ന പ്രവർത്തി കൊണ്ടും നിസ്കാരം ബാത്തിലാവുകയില്ല. ഒരാൾ ചൊറിഞ്ഞു, പിന്നെ സംശയം, പഠിച്ചവരെ ഞാൻ അത് വലിയ ഒരു പ്രവൃത്തിയായോ? ആ സംശയത്തിന് പഴുതില്ല, അത് നമുക്ക് ഒഴിവാക്കാം. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. വലൽ കസീറുൽ മുത്തഫരിഖു, വേർപിരിഞ്ഞുകൊണ്ട് വലിയ പ്രവൃത്തി ചെയ്താലും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ലേ, മറയിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. കുറേ 4ഉം 5ഉം പ്രാവശ്യമൊക്കെ നടന്ന് നീങ്ങാനുണ്ട്. പക്ഷെ പതുക്കെ പതുക്കെ ഇങ്ങനെ വേർപിരിച്ചാണ് പോണത്. സ്റ്റെപ്പായി ഓരോ അനക്കവും അടങ്ങിയതിന് ശേഷമുള്ള പോക്ക്. അങ്ങനെ എത്ര ചെയ്താലും പ്രശ്നമില്ല, ആവശ്യമുണ്ടെങ്കിൽ. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും, ഇമാമായിരിക്കും ചിലപ്പോൾ നീങ്ങേണ്ടി വരിക. ഉദാഹരണത്തിന് ആകെ ഇത്ര നിൽക്കുന്ന സ്ഥലമാണ്, ഇതിപ്പോൾ ഒരു സൊഫേ ഉള്ളൂ, ഇവിടെ ഇമാമ നിൽക്കുന്നു, ഇത് ചുമരാണ്, ഇവിടെ വന്നിട്ടാണ് 2 ആൾക്കാർ തുടരുന്നത്. ഓൽക്ക് സുജൂദ് ചെയ്യാൻ സ്ഥലമില്ല, ഇമാമിന്റെ അപ്പുറം ഇപ്പുറം ഒന്ന് നിൽക്കണം. അങ്ങനെ വരുമ്പോൾ ഇമാമ് മറയിലേക്ക് ഇമാമ് നീങ്ങണം. ആ നീങ്ങുന്ന സമയത്ത് തന്നെ ഒരു സ്റ്റെപ്പ് വെച്ച് അടുത്ത സ്റ്റെപ്പ് വെച്ചതിന് ശേഷം ആ അനക്കം അടങ്ങിയിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് വെക്കാൻ. അത് മറയിലേക്കുള്ള നീക്കമാണ്. അതൊക്കെ അനുവദനീയമായ നീക്കമാണ്, അത് ആവശ്യമായ നീക്കമാണ്, സുന്നത്തായ നീക്കമാണ്. പക്ഷേ ആ നീക്കം നീങ്ങുമ്പോൾ തുടർച്ചയായ വിധത്തിൽ 3 പ്രവൃത്തി ഉണ്ടാകാൻ പാടില്ല. അതുപോലെ വലൽ കസീറുൽ മുത്തവാലി നേരിയ അവയവം കൊണ്ട് തുടർച്ചയായ വിധത്തിൽ എത്ര പ്രവർത്തനമുണ്ടായാലും നിസ്കാരം ബാത്തിലാവുകയില്ല. ചെറിയ അവയവം, ഒരാൾ കൈ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചൊറിഞ്ഞു, അങ്ങനെ നേരം വെളുത്ത് വൈകുന്നേരം വരെ ചൊറിഞ്ഞു, എന്നാലും നിസ്കാരം ബാത്തിലാവില്ല. കാരണം അത് വലിയ ഒരു പ്രവൃത്തിയല്ല, ചെറിയ പ്രവൃത്തിയാണ്. പക്ഷെ എങ്കിലും ആവശ്യമില്ലെങ്കിൽ അത് കറാഹത്താണ്. ഏതുപോലെ നിസ്കാരത്തിൽ ഖുർആൻ എടുത്ത് നോക്കും പോലെ. ഗൾഫിലൊക്കെ പോയാൽ നമുക്ക് കാണാം, ഇമാമ് ഭയങ്കര തോന്നുന്നുണ്ടാവും, ബാക്കിലുള്ള മൊബൈലും വെച്ച് ഇങ്ങനെ എന്ത് ചെയ്യും, നോക്കിക്കൊണ്ടിരിക്കും. എന്നിട്ട് പിന്നെ ആ മുസാഫ് പോക്കറ്റിലിടും, റുക്കുവിലേക്ക് പോകും. എന്നിട്ട് ഇമാമ് പിന്നെ സുജൂദൊക്കെ കഴിഞ്ഞിട്ട് ഖിയാമിലേക്ക് വരുമ്പോൾ വീണ്ടും മൊബൈൽ പോക്കറ്റിൽ നിന്ന് എടുക്കും. സംഗതി ഇതൊക്കെ ചെറിയ പ്രവൃത്തിയാണ്, എങ്കിലും ഈ പ്രവർത്തികൾ ഇങ്ങനെ നിരന്തരമായി ചെയ്യുമ്പോൾ അത് കറാഹത്താവും. ഖുർആൻ എത്ര അറിഞ്ഞാലും എത്ര മനഃപ്പാടമുള്ളതാണെങ്കിലും നോക്കി ഓതലാണ് സുന്നത്ത്. പക്ഷെ അത് നിസ്കാരത്തിൽ അത് ബാധകമല്ല, നിസ്കാരത്തിൽ അത് കറാഹത്താണ്. കറാഹത്താകാനുള്ള കാരണം ഖുർആൻ നോക്കി എന്നതല്ല, മറിച്ച് ആ ഖുർആൻ എടുക്കലും വെക്കലുമായി നിരന്തരമായി ചെറിയ പ്രവർത്തികൾ ചെയ്തു പോകുന്നു. അതുകൊണ്ട് മഹാന്മാരായ ഫുഖഹാ അത് വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ 4ാമത്തെ ഒരു കാര്യം, ഫിഅലു ശൈഇൻ തലാഉബൻ, ഒരു തമാശ എന്ന രൂപത്തിൽ നിസ്കാരത്തിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. നമ്മളിപ്പോൾ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരാളിങ്ങനെ നടന്നു വരുന്നുണ്ട്, അപ്പോൾ അവനോട് ഒന്നിങ്ങനെയൊക്കെ ഉണ്ടാക്കി തമാശക്ക് ഒരു കണ്ണടച്ചു, അല്ലെങ്കിൽ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഗോഷ്ഠി കാണിക്കുമല്ലോ. നിസ്കാരത്തിൻ്റെ ഒരു തമാശയാക്കുന്ന എന്തൊരു പ്രവർത്തനവും നിസ്കാരത്തിൽ വന്നാൽ നിസ്കാരം ബാത്തിലായി പോകും. സുന്നത്തായ ഒരു ഫർദിനെ കുറിച്ച്, അത് ഫർദായ ഒരു കാര്യത്തെക്കുറിച്ച് സുന്നത്താണെന്ന് കരുതുക, നിസ്കാരം ബാത്തിലാകും. എല്ലാം ഫർദാണെന്ന് ഒരാൾ കരുതി, അതിന് കുഴപ്പമില്ല. ഒരറിവില്ലാത്ത ഒരാൾ എല്ലാം ഫർദാണ് എന്ന് കരുതിയാൽ അതിന് കുഴപ്പമില്ല. പക്ഷെ ആ നിശ്ചയമായ ഫർദായ ഒരു കാര്യത്തെക്കുറിച്ച് സുന്നത്താണ് എന്ന് കരുതാൻ പാടില്ല. ഫർദും സുന്നത്തും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാലോ. ഒരു സുന്നത്ത് 70 പ്രാവശ്യം ചെയ്യുമ്പോഴാണ് ഒരു ഫർദിന്റെ ഗ്രേഡിലേക്ക് ഉയരുള്ളൂ. അപ്പൊ നമ്മൾ സുബൈ നിസ്കരിച്ചു, ഈ സുബൈ നിസ്കാരത്തിന്റെ കൂലി സുന്നത്ത് കൊണ്ട് ഒരാൾക്ക് കിട്ടണമെങ്കിൽ സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് 70 വട്ടം നിസ്കരിക്കണം. ബുഖാരിയിലെ ഒരു ഹദീസിൽ കാണാം, സുന്നത്തും ഫർദും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഒരു കാര്യം 70 പ്രാവശ്യം ചെയ്താൽ കിട്ടുന്ന കൂലിയാണ് ഫർദിന്റെ ഒരു കൂലി. അപ്പൊ ഫർദായ ഒരു കാര്യത്തെ, നിസ്കാരത്തിന്റെ 14 ഫർദുകളിൽപ്പെട്ട ഒരു ഫർദിനെയും എന്ത് ചെയ്യരുത്, സുന്നത്താണ് എന്ന് ഗണിക്കാൻ പാടില്ല. മനഃപൂർവം ചെയ്താൽ ബാത്തിലാകുന്ന കാര്യം
എന്നാൽ മറന്നു ചെയ്താൽ ബാത്തിലാവുകയില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്, അതിലേക്കാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. മറന്നു ചെയ്തു എന്ന് കരുതി ബാത്തിലാവൂല, മനഃപൂർവ്വം ചെയ്താൽ ബാത്തിലാവും. ഉദാഹരണത്തിന് ഒരാൾ എന്ത് ചെയ്തു, റുക്കിന് വർദ്ധിപ്പിച്ചു, അല്ല റുക്കുകൾ വർദ്ധിപ്പിച്ചു, സുജൂദ് വർദ്ധിപ്പിച്ചു. ഇതെല്ലാം നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യമാണ്. എന്നാൽ വലാ യുബ്തിലു സിയാദത്തു സുന്നത്തിൻ കറഫഇൽ യദൈനി ഔ റുക്നി ഖൗലിയിൻ സിവാ തക്ബീർ തഹറുമി വസ്സലാമി വസിയാദത്തുഹുമാ മുബ്തിലത്തുൻ. രണ്ടാമത്തെ റക്അത്തിൽ നിന്ന് ഒന്നാമത്തെ റക്അത്തിൽ നിന്ന് രണ്ടാമത്തെ റക്അത്തിലേക്ക് ഇങ്ങനെ വരുമ്പോൾ അവിടെ കൈ ഉയർത്തൽ സുന്നത്തില്ല. യഥാർത്ഥത്തിൽ നമ്മൾ കൈ ഉയർത്തൽ സുന്നത്തായ 4 രൂപങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചെല്ലുമ്പോൾ, മറ്റൊന്ന് റുക്കോയിലേക്ക് പോകുമ്പോൾ, റുക്കോയിൽ നിന്ന് ഉയരുമ്പോൾ, ആദ്യത്തെ അത്തഹിയാത്തിൽ നിന്ന് ഉയരുമ്പോഴും. എന്നാൽ ഒന്നാമത്തെ റക്അത്തിൽ നിന്ന് രണ്ടാമത്തേലേക്ക് ഇങ്ങനെ വരുമ്പോൾ അവിടെ കൈ ഉയർത്തൽ സുന്നത്തില്ല. പക്ഷെ ഒരാൾ ഉയർത്തി എന്നതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. അതുപോലെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം, സുജൂദിന്റെ മുമ്പായിട്ട് ഒരൽപ്പം ഇരുന്നു എന്നതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. ഇപ്പൊ ഈ നിന്ന് നിസ്കരിക്കുന്ന, കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവര് സുജൂദിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഇരുത്തം എക്സ്ട്രാ ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് നിസ്കാരത്തിൽ ഇല്ലാത്തതാണ്. റുക്കൂ കഴിഞ്ഞാൽ പിന്നെ ഇത്തിദാൽ കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുത്തം, പിന്നെ സുജൂദ്, അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. പക്ഷെ കസേരയിൽ ഇരിക്കുന്ന ആൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ചെയ്തു പോകും. അതിന് ഇരുന്നിട്ടാണ് സുജൂദിലേക്ക് പോകുന്നത്. പക്ഷെ ആ ഇരുത്തം ചെറിയ രൂപത്തിലുള്ളതായതുകൊണ്ട് പ്രശ്നമല്ല എന്നാണ് ഫുഖഹാവ് പറയുന്നത്. അതുപോലെ തിലാവത്തിന്റെ സുജൂദിന് ശേഷം യഥാർത്ഥത്തിൽ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം ഇല്ല, നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ഒരാൾ ഇരുന്നു, തിലാവത്തിന്റെ സുജൂദ്, ഓത്തിന്റെ സുജൂദ് കഴിഞ്ഞിട്ട് നേരെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം പോലെ ഇരിക്കാതെ ഉയരുകയാണ് വേണ്ടത്. പക്ഷെ ഒരാൾ ഇരുന്നു എന്നതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. വബഅദ സലാമി ഇമാമി മസ്ബൂക്കിന്റെ ഇമാമ് സലാം വീട്ടിയതിന് ശേഷം ഒരൽപ്പം ഇരുന്നു പോയി എന്നതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. മസ്ബൂക്ക് പിന്തി തുടർന്ന ആളാണ്, ഇമാമ് സലാം വീട്ടിയ പിന്നെ എണീക്കണമല്ലോ. അയാൾ കുറച്ചു നേരം അവിടെ ഇരുന്നു പോയി, ദീർഘിപ്പിക്കാൻ പാടില്ല. അയാളുടെ ഇരുത്തത്തിന്റെ സമയമാണെങ്കിൽ അയാൾക്ക് ദീർഘിപ്പിക്കാം. അതെങ്ങനെ അയാളുടെ ഇരുത്തത്തിന്റെ സമയമാവുക? ഇമാമിന്റെ 3ാമത്തെ റക്അത്തിലാണ് മൂപ്പര് വന്നത്, ദൂറാണ്. അപ്പോൾ അയാൾക്ക് 3ഉം കിട്ടി, 4ഉം കിട്ടി. ഇമാമിന്റെ അവസാനത്തെ അത്തഹിയാത്തായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ അത്തഹിയാത്തിന്റെ പോസ്റ്റിലാണ്. അപ്പൊ ആദ്യത്തെ അത്തഹിയാത്ത് ഉണ്ടല്ലോ, ആ ഇരുത്തത്തിൽ അയാൾക്ക് ഇമാമ് സലാം വീട്ടിയാൽ വേണമെങ്കിൽ ദീർഘിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് വിരോധമില്ല. അതേസമയം ഇമാമിന്റെ 4ാമത്തെ റക്അത്തിലാണ് വന്നത്. അപ്പൊ ഇമാമിനോടൊപ്പം അയാൾക്ക് 1 റക്അത്ത് കിട്ടി. ഇമാമ് സലാം വീട്ടിയാൽ അയാൾ ആ ഇരുത്തത്തിൽ ദീർഘിപ്പിക്കാൻ പാടില്ല. കാരണം 1ാമത്തെ റക്അത്തിൽ അയാൾ സ്വന്തം നിസ്കരിക്കുകയാണെങ്കിൽ അത്തഹിയാത്തില്ല. 3ാമത്തെ റക്അത്തിൽ അയാൾ സ്വന്തം നിസ്കരിക്കുകയാണെങ്കിൽ അത്തഹിയാത്തില്ല. മനസ്സിലാകുന്നില്ലേ? അപ്പൊ ഈ ഘട്ടത്തില് ആ ഇരുത്തത്തെ ദീർഘിപ്പിക്കാൻ പാടില്ല. ആ തക്ബീറിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഇരുത്തത്തിന്റെ പോസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം? തക്ബീർ ചൊല്ലണം. അദ്ദേഹത്തിന്റെ ഇരുത്തത്തിന്റെ പോസ്റ്റ് ആണെങ്കിൽ തക്ബീർ ചൊല്ലണം, ഇല്ലെങ്കിൽ എണീച്ചാൽ മതി. എണീക്കുമ്പോഴേ ഇരുത്തത്തിന്റെ കാര്യമാണെങ്കിലും അദ്ദേഹത്തിന്റെ ഇരുത്തത്തിന്റെ സമയമാണെങ്കിൽ അദ്ദേഹം ഇരുത്തത്തെ ദീർഘിപ്പിക്കാം, അതിന് വിരോധമില്ല. ഇല്ലെങ്കിൽ ആ ഇരുത്തം ദീർഘിപ്പിക്കാൻ പാടില്ല. അതുപോലെ നിസ്കാരത്തിന്റെ റുക്നുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു റുക്ന് ഒഴിവാക്കിയാൽ നിസ്കാരം ബാത്തിലാകുന്നതാണ്. നിയ്യത്തോ തക്ബീറത്തുൽ ഇഹ്റാമോ മറന്നോ മനഃപൂർവമോ ഒഴിവാക്കിയാൽ നിസ്കാരം സഹിയാവുകയില്ല. ഇഖ്ലാലു ശർത്തുൻ മിൻ ശുറൂതിഹാ, നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഷർത്തിന് ഭംഗം വന്നാൽ നിസ്കാരം ബാത്തിലാകുന്നതാണ്.
ഖിബിലക്ക് മുന്നിടാതെ നിസ്കരിച്ചത്, നിസ്കാരം ബാത്തിലാകും. ഔറത്ത് മറക്കാതെയാണ് നിസ്കരിച്ചത്, നിസ്കാരം ബാത്തിലാകും. സ്വാഭാവികമാണല്ലോ. അതുപോലെ അർത്ഥമുള്ള ഒരു അക്ഷരമോ അർത്ഥമില്ലാത്ത രണ്ട് അക്ഷരമോ ദുആയോ ഖുർആനോ ദിക്റോ അല്ലാത്ത എന്തെങ്കിലും ഒഴിഞ്ഞുപോയാൽ നിസ്കാരം ബാത്തിലാകും. ഒരാള് ദുആയുടെ ഭാഗമായി, അറബിയിലെ ദുആയാണ് പറയുന്നത്, മലയാളത്തിലല്ല, അറബി. നിസ്കാരത്തിന്റെ ഭാഷ അറബിയാണല്ലോ. നിസ്കാരത്തിൻ്റെയും ഖുതുബയുടെയും ഒക്കെ ഭാഷ അറബിയാണ്, അതിന് മാറ്റം വരുത്താൻ കഴിയില്ല. അപ്പൊ അറബി അല്ലാത്ത, അത് തന്നെ ദിക്റോ ഖുർആനോ ദുആയോ അല്ലാത്ത എന്തെങ്കിലും അക്ഷരങ്ങൾ, അറബി ആയാലും വേണ്ടില്ല, ഇനി അല്ലാത്തതായാലും വേണ്ടില്ല, അർത്ഥമുള്ള ഒരു അക്ഷരം അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത രണ്ട് അക്ഷരം ഒഴിഞ്ഞാൽ തന്നെ നിസ്കാരം ബാത്തിലാകുന്നതാണ്. അപ്പോൾ ഒരാള് നിസ്കാരത്തിന് പ്രവേശിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നല്ല, ഞാൻ ഇത്തിക്കാഫിന്റെ നിയ്യത്ത് ചെയ്തിട്ടില്ലല്ലോ എന്ന്. അപ്പൊ നിയ്യത്ത് നിസ്കാരത്തിൽ ചെയ്താലോ നിസ്കാരം ബാത്തിലാവും. കാരണം എന്താണ്? നിയ്യത്ത് വെക്കാൻ തന്നെ അങ്ങനെ മനസ്സിൽ നാവുകൊണ്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ, മനസ്സിൽ കരുതിയാൽ മതി. മനസ്സിൽ കരുതിയാൽ മതിയായ ഒരു കാര്യത്തെ അദ്ദേഹം നിസ്കാരത്തിൽ പറഞ്ഞതുകൊണ്ട് നിസ്കാരം ബാത്തിലാവും. അതേസമയം ഒരാൾ ഇത്തിക്കാഫ് നേർച്ചയാക്കുകയാണ്, നേർച്ച കരുതിയാൽ പോരാ, നാവുകൊണ്ട് പറയുന്നത് വേണം. അപ്പൊ ഒരാള് നദറത്തുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവുകയില്ല. നേർച്ചയുടെ പദം നിസ്കാരത്തിൽ പറഞ്ഞാൽ നിസ്കാരം ബാത്തിലാവുകയില്ല. കാരണം എന്താണ്? നേർച്ച മനസ്സിൽ കരുതിയാൽ പോരാ, എന്ത് ചെയ്യണം? അതുകൊണ്ട് പറയുന്നത് വേണം. എത്തുക്ക് ചൊല്ലുക, എത്തുക്ക് കരുതുക എന്നല്ല പറയാ, എത്തുക്ക് ചൊല്ലുക. അടിമയെ മോചിപ്പിക്കാൻ കരുതിയിട്ട് കാര്യമില്ല, അത് ചൊല്ലണം. അപ്പൊ നീയത്തിന്റെ മേലിൽ, പറച്ചിലിന്റെ മേലിൽ നിലകൊള്ളുന്ന കാര്യങ്ങൾ പറയുന്നത് വേണം. ഈ ഇത്തികാഫ് കരുതാൻ പറയേണ്ട ആവശ്യമില്ല, അത് മനസ്സിൽ കരുതിയാൽ മതി, അപ്പോൾ തന്നെ അതിന്റെ കൂലി നമുക്ക് ലഭ്യമാവും. പക്ഷെ ഈ ഇത്തികാഫ് നേർച്ചയാക്കണമെങ്കിൽ അതിന് പദത്തിന്റെ ആവശ്യമുണ്ട്, നിസ്കാരത്തിൽ പറയേണ്ടി വരും. അപ്പൊ രണ്ട് അക്ഷരം ഒഴിയാൻ പാടില്ല എന്ന് പറയുന്നത് വലൗഫി തനഹ്നുഹിൻ, തൊണ്ട അനക്കുമ്പോഴായാലും പാടില്ല, ചുമക്കുമ്പോഴായാലും കരയുമ്പോഴായാലും തേങ്ങുമ്പോഴായാലും അതുപോലെ ചിരിക്കുമ്പോഴായാലും ഊതുമ്പോഴായാലും തുമ്മുമ്പോഴായാലും രണ്ട് അക്ഷരം വെളിവാകാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ കോട്ടുവായി ഇങ്ങനെ ഇടുമ്പോ എന്ന് പറഞ്ഞു നിസ്കാരത്തിൽ, നിസ്കാരം ബാത്തിലാവും. രണ്ട് അക്ഷരം ഖുർആനും ദിക്റും ദുആയുമല്ലാത്ത രണ്ട് അക്ഷരം ഒഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകുന്നതാണ്. കണ്ടോ, കരഞ്ഞാൽ പോലും നിസ്കാരം ബാത്തിലാകും. ശാഫി മദ്ഹബ് അങ്ങനെയാണ്. ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വിദേശത്തൊക്കെ പോയാൽ കുനൂത്തിലൊക്കെ ഇമാമും കരയും മഅ്മൂമും കരയും, കൂട്ടക്കരച്ചിലായിരിക്കും. പക്ഷെ നമ്മുടെ ശാഫിഈ മദ്ഹബ് പ്രകാരം അത് അംഗീകരിക്കുന്നില്ല. നിർബന്ധിതനായി ഒരാള് അനങ്ങേണ്ടി വന്നു എന്നതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. ഉദാഹരണത്തിന് ഒരാൾക്കൊരു വിറയൽ രോഗമുണ്ട്, അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ ഒരാളുടെ ശരീരത്തിന് ഭയങ്കര ചൊറിച്ചിലാണ്, ചൊറിയാതെ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റൂല. അങ്ങനെ അയാള് ചൊറിയാൻ നിർബന്ധിതനായിട്ട് ചൊറിഞ്ഞു പോവുകയാണ്, പരീക്ഷിക്കപ്പെട്ട ആളാണ്, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. അതുപോലെ നിസ്കാരം ബാത്തിലാക്കുന്ന വിധത്തിൽ എന്തെങ്കിലും കഫം ഇറങ്ങിപ്പോകുമെന്ന് കണ്ടാൽ അതിനു വേണ്ടി തൊണ്ടയണക്കി, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. നോമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങളെ കൊണ്ടൊക്കെ നിസ്കാരവും ബാത്തിലാവുമല്ലോ. കഫ ഇറങ്ങിപ്പോയാൽ നോമ്പ് ബാത്തിലാകും, അതുപോലെ നിസ്കാരവും ബാത്തിലാകും. വായയുടെ പരിധിയിലേക്ക് വന്ന ആ കഫം ഇറക്കാൻ പാടില്ല, നോമ്പും ബാത്തിലാകും, അതുപോലെ നിസ്കാരവും ബാത്തിലാകും. അതിന്റെ പരിധി നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? ഖാ എന്ന് പറയുന്ന ഖായിന്റെ മഖറജുണ്ടല്ലോ, ഖാ, ഈ ഖാ എന്ന് പറയുന്ന അക്ഷരത്തിന്റെ ഇപ്പുറത്തേക്കുള്ളതെല്ലാം വായയുടെ പരിധിയിൽപ്പെട്ടതാണ്.
ഒരഭിപ്രായം അനുസരിച്ച് ഹ എന്നാണ്. ഹ എന്ന് പറയുന്ന അക്ഷരം മൊഴിയുമ്പോൾ നമുക്ക് തടസ്സം സൃഷ്ടിച്ചു എങ്കിൽ അത് വായയുടെ പരിധിയിൽ വന്നതാണ്. ഹ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രശ്നമില്ല അത് മൊഴിയാൻ, എങ്കിൽ അത് അതിൻ്റെ അപ്പുറത്തുള്ളതാണ്. അത് നമ്മൾ ഇറക്കി എന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ചിലപ്പോൾ പക്ഷേ നമുക്ക് കാറിയെടുത്താൽ കിട്ടുകയൊക്കെ ചെയ്യും എന്ന് വിചാരിച്ച് അതെടുക്കണമെന്ന് പറയുന്നില്ല. ഹ എന്ന് പറയുന്ന മഖ്റജിന്റെ അപ്പുറത്തുള്ളത് അത് നമുക്ക് കിട്ടുന്നതാണെങ്കിൽ പോലും ഇറക്കാം, നോമ്പിലാണെങ്കിലും നിസ്കാരത്തിലാണെങ്കിലും. ഹ എന്ന് പറയാൻ തടസ്സമുള്ള ആ മഖ്റജിന്റെ ഇപ്പുറത്തേക്കാണെങ്കിൽ അത് വായയുടെ പരിധിയിൽപ്പെട്ടതാണ്. അത് എന്തായാലും നമ്മൾ ഒഴിവാക്കേണ്ടി വേണം. അതെടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? 1-2 അക്ഷരങ്ങൾ മൊഴിഞ്ഞു. ഖ എന്ന് പറഞ്ഞ് ഒരാള് ശബ്ദം ഉണ്ടാക്കുമ്പോൾ അവിടെ 1-2 അക്ഷരങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അത് നിസ്കാരത്തെ മോചിപ്പിക്കാൻ വേണ്ടിയാണ്, ബാത്തിലാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് സൂക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. ഉസൂലു ശൈഇൻ ഇലാ ജൗഫിഹി, ഉള്ളിലേക്ക് ഏതൊരു വസ്തു പ്രവേശിച്ചാലും നിസ്കാരം ബാത്തിലാകും. നോമ്പ് മുറിയുന്ന മുഴുവൻ കാര്യങ്ങളെ കൊണ്ടും നിസ്കാരം ബാത്തിലാകും. മറന്നുകൊണ്ട് ഒരാള് ഒരു ചട്ടി മുഴുവൻ ഭക്ഷിച്ചു, വലിയൊരു പാത്രത്തിലുള്ള മുഴുവൻ ഭക്ഷണവും ഭക്ഷിച്ചു, എന്നാലും നോമ്പ് ബാത്തിലാകൂലായിരുന്നു, പക്ഷെ നിസ്കാരം ബാത്തിലാകും. അപ്പൊ നോമ്പ് ബാത്തിലാകുന്ന കാര്യങ്ങളെ കൊണ്ട് നിസ്കാരം ബാത്തിലാകും. എത്രത്തോളം ഒരാൾ ഒന്നുണ്ടാക്കിയപ്പോൾ ഈ ചെവിടിൽ എന്തുണ്ടായിരുന്നു? വെള്ളം ഉണ്ടായിരുന്നു, ചെവിക്കുഴി ഉണ്ടല്ലോ ഇവിടെ. പക്ഷെ അത് നിസ്കരിച്ച സമയത്ത് ഉള്ളിലേക്കാണ്ട് പോയി, നിസ്കാരം ബാത്തിലാവും. ഈ ആനത്ത് എന്ന് പറയുന്ന കിതാബിൽ ഇതിന്റെ ഈ ഉദാഹരണം തന്നെ കൊടുത്തിട്ടുണ്ട്. ഒന്നുണ്ടാക്കുന്ന സമയത്ത് ഈ ചെവിയിൽ ഇവിടെ ഈ സൈഡിൽ വെള്ളം ഉണ്ടായിരുന്നു, നിസ്കരിച്ച സമയത്ത് അത് ഉള്ളിലേക്ക് അങ്ങ് കയറിപ്പോയാൽ അതുകൊണ്ട് നോമ്പ് ബാത്തിലാകും, നിസ്കാരവും ബാത്തിലാകും. അപ്പൊ നമുക്ക് നമ്മുടെ വായയുടെ പരിധിയിൽപ്പെട്ട കഫം ഒരിക്കലും നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ഇറക്കാൻ പാടില്ല. ഖ എന്ന് പറയുന്ന മഖ്റജിന്റെ അപ്പുറത്തുള്ള സ്ഥലം കഫം അത് നമുക്ക് ഇറക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ഇതാണ് നിസ്കാരത്തെ. അതുപോലെ അശ്ശക്കു ഫി നിയ്യത്തി ഔ തക്ബീറത്തി തഹറുമി, മറ്റൊരു കാര്യം, നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് നിയ്യത്ത് വെച്ചോ ഇല്ലയോ എന്ന് സംശയിച്ചു, അല്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയോ ഇല്ലയോ എന്ന് സംശയിച്ചു. അത് അതിൻ്റെ ആണിക്കല്ലിലാണ് ആ സംശയം വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാകും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല സംശയിച്ച് നിസ്കരിക്കാനും ഒരു പ്രദേശത്ത് ഇരുന്നാൽ സംശയമുണ്ട്, അത് ഏതൊരു നിസ്കാരം നിർവഹിക്കുന്നതിന്റെ മുമ്പ് ഖിബില എവിടെയാണ് എന്ന് നമ്മൾ ഗവേഷണം ചെയ്യണം. അതിനനുസരിച്ച് നമ്മൾ നിസ്കരിക്കുക. ഏത് സ്ഥലത്തെത്തിയാലും, ഒരു മലയുടെ മുകളിലെത്തിയാലും എവിടെയാണ് ഖിബില എന്ന് നമ്മൾ ഗവേഷണം ചെയ്യുക. നമുക്ക് കിട്ടിയത് അവിടെയാണെന്നാണ്, നമുക്ക് നിസ്കരിക്കുക. അടുത്ത സമയമാകുമ്പോൾ നമ്മൾ ഗവേഷണം ചെയ്യണം. അപ്പം നമ്മൾ കിട്ടിയത് ഇവിടെയാണെന്നാണ്, ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുക. എന്നുള്ളതുകൊണ്ട് പഴയ നിസ്കാരം മടക്കണമെന്നില്ല. കാരണം ആ നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ദിശ നമുക്ക് മനസ്സിലാകേണ്ട ഒരു ഖിബില ഉണ്ടായിരുന്നു. നമ്മൾ ആ സമയത്ത് അത് ഉറപ്പുവരുത്തി. ഇന്നിപ്പോൾ ഖിബില കണ്ടെത്താൻ ഒരു പ്രയാസമില്ല. കാരണം മൊബൈലിലൊക്കെ ആപ്പ് ഉണ്ടായതുകൊണ്ട് നേരെ കിഴക്കും അതിൻ്റെ പടിഞ്ഞാറും ഒക്കെ മനസ്സിലാക്കാമല്ലോ. ഏത് മൊബൈലിലും ഖിബില മനസ്സിലാക്കാൻ ഒരു ചെറിയ മാർഗം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ചെറിയ ഒരു ഐഡിയ ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കോമ്പസ് എന്ന് പറയുന്ന ഒരു ആപ്പ് നമ്മളെ മൊബൈലിൽ ഉണ്ടാവും. കോമ്പസ് അല്ലെങ്കിൽ ഇനി ഡൗൺലോഡ് ചെയ്താൽ മതി പ്ലേ സ്റ്റോറിൽ. അപ്പോൾ അതിൽ ആ ആപ്പിൽ 360 ഡിഗ്രിയാണ് കാണിച്ചിട്ടുണ്ട്. ഏതൊരു ദായിറയും ഏതൊരു വട്ടവും 360 ഡിഗ്രിയാണല്ലോ സങ്കല്പിക്കുന്നത്. അതിൽ 360 നല്ല മനസ്സിലാക്കണം, ഇത് 0 ആണ്, വടക്ക് ഭാഗം 0 പോയിന്റാണ്. ഇതിങ്ങനെ വരുമ്പോൾ 90ആയി, ഇവ 180ആയി, ഇങ്ങോട്ട് വരുമ്പോൾ 270ആയി. അപ്പോൾ കിഴക്ക് എന്ന് പറയുന്നത് 90ലാണ്, പടിഞ്ഞാറ് എന്ന് പറയുന്നത് 270ലാണ്. ഈ 270ലേക്ക് ഒരു 23 ഡിഗ്രിയും കൂടി കൂട്ടി വെച്ചാൽ നമ്മുടെ ഈ പ്രദേശത്തെ ഖിബിലയായി.
അപ്പോൾ 293 ഡിഗ്രിയിലേക്ക് വെച്ചാൽ ആ മൊബൈൽ എങ്ങനെയാണോ നിൽക്കുന്നത് അതാണ് കറക്റ്റ് കിബില. 360 ഡിഗ്രി ഉള്ള വട്ടത്തെ 0 പോയിന്റ് ആണ് വടക്ക്, കറക്റ്റ് 0-യിലാണ് ഈ വടക്ക് നിൽക്കുന്നത്. പിന്നെ അതിൽ നിന്ന് 90-ലേക്ക് വന്നാൽ അത് കിഴക്കായി, 180-ലേക്ക് വന്നാൽ കറക്റ്റ് തെക്കായി, അതിലേക്ക് 90 കൂടി ആഡ് ചെയ്താൽ 270 പടിഞ്ഞാറായി. അപ്പൊ 270 പടിഞ്ഞാറ്, 90 കിഴക്ക്, 180 തെക്ക്, 0 പോയിന്റ് അല്ലെങ്കിൽ 360 രണ്ടും സങ്കല്പിക്കാം വടക്ക്. അപ്പൊ 270 കോമ്പസ് ഉള്ളതിലേക്ക് ഒരു 23 കൂടി വടക്കോട്ട് ആഡ് ചെയ്യാം, വടക്കോട്ട് ആഡ് ചെയ്യാം. അപ്പൊ 293 സൂചി. ഇത് ഇങ്ങനെ ഡിഗ്രി കാണിക്കുമല്ലോ. ആ 293 എങ്ങനെയാണോ നിങ്ങളെ മൊബൈൽ നിൽക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇതാണ് കിബില, ഇങ്ങനെയാണെങ്കിൽ ഇതാണ് കിബില, ഇങ്ങനെയാണെങ്കിൽ ഇതാണ് കിബില. പക്ഷെ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഇതിന് ഡിഗ്രി വ്യത്യാസം വരും, നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെ ഡിഗ്രി എന്ന് പറയുന്നത് 23 ഡിഗ്രിയാണ്. കറക്റ്റ് പടിഞ്ഞാറിൽ നിന്ന് 23 ഡിഗ്രിയാണ് ഇവിടുത്തെ കിബില. ഉണ്ട്, ഓരോ പ്രദേശത്തിന്റെ ലൊക്കേഷൻ ഉണ്ട്, നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതും അതിൽ തന്നെ ഉണ്ട്. അത് ആറ്റിറ്റ്യൂഡ് അടിച്ചു കൊടുത്താൽ മതി, അപ്പോൾ കറക്റ്റ് ലൊക്കേഷനിലേക്ക് വരും. ശരി, ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നാളെ പറയാം. അല്ലാഹു തആല നമ്മുടെ അമലുകളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഇൽമിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ജീവിതത്തിൽ ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ള എല്ലാ ഇബാദത്തുകളെയും നീ സ്വീകരിക്കണേ റഹ്മാനെ. വന്ന പോരായ്മകളെല്ലാം നിന്റെ മഹദായ ഫദൽ കൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുവീഴ്ച നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, കുറ്റമറ്റതായ രൂപത്തിൽ ഞങ്ങളുടെ അമലുകൾ പ്രവർത്തിക്കാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാനും തഖ്വയും നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ പാപങ്ങളും ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തോടെ ഇസ്സത്തോടെ ജീവിച്ച് മരണം ഖൈറാവുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കലിമത്തു ഷഹാദ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ സമയങ്ങളിലും ജോലിയിലും കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ഞങ്ങളുടെ സമ്പത്തിലും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ.